അടച്ചിട്ട മുറിക്കുള്ളിൽ നടന്ന ആ രഹസ്യ കൂടിക്കാഴ്ചയിലേക്കാണ് ലോകരാജ്യങ്ങളുടെ കണ്ണുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വെറുമൊരു നയതന്ത്ര കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കാവുന്ന തന്ത്രപ്രധാനമായ തീരുമാനങ്ങളുടെ തുടക്കമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തലുകൾ. ഇറാന്റെ കാര്യത്തിൽ എല്ലാ ഓപ്ഷനുകളും ട്രംപിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് നെതന്യാഹു. ഇറാനെ നിലയ്ക്ക് നിർത്താൻ രൂപം നൽകിയ 3 നിർണായക വഴികൾ എന്തൊക്കെയാണെന്നറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഈ ആഴ്ച വൈറ്റ് ഹൌസിലെത്തിയ നെതന്യാഹു ട്രംപിനെ കണ്ട് ഒരു സന്ദേശം കൈമാറി. ഇറാന്റെ കാര്യത്തിൽ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകണമെന്നായിരുന്നു അത്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട ഈ കൂടിക്കാഴ്ച അമേരിക്കയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയുള്ളതല്ല എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നു. മറിച്ച് ഇറാനെ നേരിടുന്നതിനായി നയതന്ത്രം, സാമ്പത്തിക ഉപരോധം, സൈനിക നടപടി എന്നീ 3 സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ച നടന്ന ഉന്നതതല ചർച്ചകൾ വളരെ നിർണായകമായ ഒരു സമയത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച US ആക്രമണങ്ങൾ നിർത്തിവെച്ചെങ്കിലും വലിയ സൈനിക നീക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ട്രംപ് നടത്തുന്നുണ്ട്. ഒപ്പം ഇപ്പോഴും ഇറാനുമായി ചർച്ചകളും നടത്തിവരികയാണ്. എന്നാൽ ഈ യോഗം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ഇതോടെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കുന്നതിനായി ഒരു പുതിയ കരാറിലെത്തുക എന്നതാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാട്ടിയത്. ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഇറാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇരുവിഭാഗവും തമ്മിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. തങ്ങളുടെ ആണവ പദ്ധതികൾ നിർത്തിവെക്കുന്ന ഒരു കരാറിന് ഇറാൻ ഒടുവിൽ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ നെതന്യാഹുവും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന മുൻകാല തന്ത്രം കൂടുതൽ ശക്തമായി നടപ്പാക്കുക എന്നതാണ് മറ്റൊരു വഴി. എണ്ണ വ്യാപാരത്തിന്മേൽ കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും നയതന്ത്രപരമായി അവരെ ഒറ്റപ്പെടുത്തുകയുമാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകരുന്നതിലൂടെ അവരുടെ ആണവ പദ്ധതികൾക്കുള്ള ഫണ്ടിംഗ് തടയാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. നയതന്ത്രവും ഉപരോധങ്ങളും പരാജയപ്പെട്ടാൽ സൈനിക ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നെതന്യാഹു മുന്നോട്ട് വെച്ച 3ാമത്തെ ഓപ്ഷൻ. സൈനിക നടപടിക്കായി നെതന്യാഹു ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും, മറിച്ച് ഇറാന്റെ കാര്യത്തിൽ മുന്നിലുള്ള 3 പ്രധാന വഴികളെക്കുറിച്ചുള്ള ഒരു ആശയ കൈമാറ്റം മാത്രമാണ് നടന്നതെന്നും ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ആക്സിയോസിനോട് പറഞ്ഞു. സൈനിക നടപടികൾ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ തർക്കം കാരണം ഉണ്ടാകാനിടയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള ആശങ്കകളും യോഗത്തിൽ ഉയർന്നു വന്നു. ഇന്ധനവില കുതിച്ചുയരുന്നതിനെക്കുറിച്ചും നീണ്ടുനിൽക്കുന്ന യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലെടുക്ക് ബാക്കിയുള്ള അവസാന പിടിവള്ളിയാണെന്നും ഇതുപയോഗിച്ച് വിലപേശാൻ അവരെ അനുവദിക്കരുതെന്നും നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു. കൂടാതെ ഇറാന്റെ നേതൃത്വത്തിനുള്ളിൽ ഇപ്പോൾ വലിയൊരു തർക്കം നടക്കുന്നുണ്ടെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ആയുധശേഷിയിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വാദം. പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് ശേഷിയില്ല എന്നും ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ഇതുകൂടാതെ സിറിയയിലെ ഇസ്രായേലി തുർക്കി സൈനിക സാന്നിധ്യം താരതമ്യം ചെയ്യുന്ന ഒരു ഭൂപടവും നെതന്യാഹു ട്രംപിന് കാണിച്ചു കൊടുത്തതായി റിപ്പോർട്ടുണ്ട്. സിറിയയിലെയും ലെബനനിലെയും ഇസ്രായേൽ സൈനിക നടപടികളിൽ ട്രംപിനുള്ള അതൃപ്തി മറികടക്കാനായിരുന്നു ഈ നീക്കം. സിറിയൻ പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം ഇസ്രായേലിനേക്കാൾ കൂടുതൽ തുർക്കി നിയന്ത്രിക്കുന്നുവെന്ന് നെതന്യാഹു വാദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ഈ 3 ഓപ്ഷനുകളിൽ ഏതാണ് നടപ്പിലാക്കുക എന്ന് വരും ദിവസങ്ങളിലെ ഇറാന്റെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. കടുത്ത സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നതെങ്കിലും ആവശ്യമെങ്കിൽ സൈനിക നടപടിക്ക് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന സൂചനയും അമേരിക്ക നൽകുന്നുണ്ട്.